പൊന്നുഷസിന്റെ കൊയ്ത്തിൽ നിന്നൂരി ചിന്നിയ കതിർ ചുറ്റും കിടക്കെ മേബി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാനാടക ഭൂവിൽ പൊന്നുഷസിന്റെ കൊയ്ത്തിൽ നിന്നൂരി ചിന്നിയ കതിർ ചുറ്റും കിടക്കെ മേബി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാനാടക ഭൂവിൽ. സ്കൂളിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു സംഭവം, വളരെ ബൃഹത്തായൊരു സംരംഭം ഒരുക്കാൻ സഹായിച്ച എല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി വർഷമാണ് ഈ വർഷം. അവിടെ വേറിട്ട ഒരു അവസാനം ഒരു കൊട്ടിഘോഷത്തോടെ പരിപാടി നടത്തുന്നതിന് പകരം എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ നടത്തണമെന്നുള്ളൊരാഗ്രഹം ഇതിൻ്റെ സംഘാടകർക്കുണ്ടായി. അതുമായി ബന്ധപ്പെട്ടൊരു വേറിട്ടൊരു പരിപാടിയാണ് നമ്മൾ ഈ കൃഷി നടത്തുമ്പോൾ നമ്മളെ സഹായിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഇവിടുത്തെ നാട്ടുകാർ, കർഷകർ എല്ലാവരും ഇതിനകത്ത് വലിയ സഹകരണം തന്നിട്ടുണ്ട്. കന്നിപ്പാടത്തു കൊയ്ത്തുകാർ നീളെ നൽപുലർകാല പാടലവാനിൽ ശുഭ്രമേഘ പരമ്പര പോലെ നൽപുലർകാല പാടലവാനിൽ ശുഭ്രമേഘ പരമ്പര പോലെ. പിന്നെ ഇതിന് പിന്നിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിച്ച ഈ സ്കൂളിലെ പാർട്ട് ടൈം ജീവനക്കാരൻ ശ്രീ MP അയ്യപ്പനാണ്. അദ്ദേഹം ഈ നാട്ടിലെ തന്നെ ഒരു നല്ല കർഷക തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ സഹായമാണ്, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പരിപാടി നടന്നത്. ഇത് ഒരു കരനെൽ കൃഷിയല്ല, ശരിക്കും ഒരു ചെളിപ്പാടമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. വെള്ളം നിർത്തി, ചെളി ചവിട്ടിക്കോരി ഒരു കൃഷി നടത്തി. കുട്ടികൾ ഇത് നട്ട അന്ന് മുതൽ ഇന്നിപ്പോൾ ഈ വിളവെടുപ്പ് ദിവസം വരെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു ദിവസം ഒരു നേരമെങ്കിലും അവരതിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുകയും ആ വരമ്പത്തോടെ നടക്കുകയും എങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളുടെ അധ്യാപകരടക്കം ഇവിടെയുള്ള ജനപ്രതിനിധികളടക്കം ഞങ്ങളുടെ പഴയ കാലത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇതിപ്പോൾ കന്നിമാസത്തിലെ കൃഷിയാണ്. കന്നിയിൽ പൊന്മണി, IR20 ഇങ്ങനെയുള്ള വിത്തുകളൊക്കെയാണ് വിതയ്ക്കുന്നത്. ഞാൻ 1 ഏക്കർ നിലം അവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കൃഷിയെ സംബന്ധിച്ച് എനിക്ക് നല്ല എക്സ്പെർട്ടാണ്. നല്ല രീതിയിൽ ഞാൻ കൃഷി ചെയ്യുന്ന ആളുമാണ്. ഇപ്പോൾ കൊയ്യാനും തല്ലാനും ചുരുട്ട് പാറ്റാനോ മെതിക്കാനോ തോമ്പ് വീശാനോ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ നിന്ന് ഞാൻ പഠിച്ച ഒരു കൊച്ചു പയ്യനാണ്. തത്ത പോലെ മണിക്കതിർ മാത്രം കൊത്തിവെക്കൊല നീ കൊച്ചു പെണ്ണെ, തത്ത പോലെ മണിക്കതിർ മാത്രം കൊത്തിവെക്കൊല നീ കൊച്ചു പെണ്ണെ. കൊയ്യുവാനോ നീ വന്നത് കൊള്ളാം, കൊഞ്ചു കാളാഞ്ചി മീൻ പിടിപ്പാനോ. കൊയ്യുവാനോ നീ വന്നത് കൊള്ളാം, കൊഞ്ചു കാളാഞ്ചി മീൻ പിടിപ്പാനോ. നീട്ടിയാൽ പോരാ നാവുകൊണ്ടേവം നീട്ടിക്കൊയ്യണം നീ അനുജത്തി. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് കിള പറിക്കാനും ഇത് കൊയ്യാനും ചുമക്കാനും ഇതെല്ലാ കാര്യങ്ങൾക്കും പിള്ളേർ നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും പിള്ളേരും ഇടപെട്ടിട്ടുണ്ട്. പിള്ളേർക്കൊരു ആഹ്ലാദ പ്രകടനമാണ് ഇത് ഞാനിത് കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ. ഇങ്ങനെയൊക്കെയാണ് കൃഷികളെ സംബന്ധിച്ച്. തെയ്യോന്തിത്തിമി 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 തെയ്യന്നം ധാരാം തുമ്പപ്പൂവിലെ തുമ്പേ ചക്കര തുമ്പി കുഞ്ഞിനെ കണ്ടു ഞാനമ്മേ. തുമ്പപ്പൂവിലെ തുമ്പേ ചക്കര തുമ്പി കുഞ്ഞിനെ കണ്ടു ഞാനമ്മേ. തെയ്യോന്തിത്തിമി 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 തെയ്യന്നം ധാരാം തെയ്യോന്തിത്തിമി 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 തെയ്യന്നം ധാരാം. വാലേ നല്ലൊരു വള്ളിയും കെട്ടി മേലോട്ടൊന്നു പറത്തി കളിപ്പാൻ. വാലേ നല്ലൊരു വള്ളിയും കെട്ടി മേലോട്ടൊന്നു പറത്തി കളിപ്പാൻ. തുമ്പി കുഞ്ഞിനു തേനമായി അമ്മ വിമ്പി വിമ്പിക്കരയാണ്. തുമ്പി കുഞ്ഞിനു തേനമായി അമ്മ വിമ്പി വിമ്മിക്കരയാണ്. തെയ്യോന്തിത്തിമി 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 തെയ്യന്നം ധാരാം തെയ്യോന്തിത്തിമി 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 തെയ്യന്നം ധാരാം.